ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് കൊത്തു പൊറോട്ട റെസിപ്പി ചെയ്താലോ? പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പൊറോട്ട. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴോ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെയോ ബാക്കി വരുന്ന പൊറോട്ട കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൊത്തു പൊറോട്ട. വളരെ കുറച്ച് സാധനങ്ങളോട് ആഡ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 10 പൊറോട്ടയാണ്. പിന്നെ മീഡിയം സൈസിലുള്ള 2 സബോള ചെറുതായി ചോപ്പ് ചെയ്തതും, വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും കൂടെ ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളി, 3 മുട്ട, മല്ലിയില, ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പൊറോട്ട ചെറു ചൂടോടെ ഉള്ളതാണ് നല്ലത്. അപ്പം നമ്മുടെ കയ്യിലുള്ള പൊറോട്ട തണുത്തതാണെങ്കിൽ ഓവനിലോ വല്ലതും വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് പൊറോട്ട എല്ലാം ചെറുതായിട്ട് മുറിച്ചിടാം. ഇതെല്ലാം ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണേലും എടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കൂടുതലും മണവും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി നമുക്ക് മുരിച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച സബോളയാണ് ഇടേണ്ടത്. സബോള ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊരു 10 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. ഈ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടാൽ പെട്ടെന്ന് വഴന്നു വരും. സബോളയ്ക്കും തക്കാളിക്കും ഒക്കെയുള്ള കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സബോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യമേ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇടാവുന്നതാണ്. ഞാനെടുത്ത പച്ചമുളകിനും അത്യാവശ്യം എരിവുള്ളതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇറച്ചി മസാലയും 1/2 ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കിയ ഗരം മസാലയുമാണ് ഇടുന്നത്. ഇറച്ചി മസാല ഈസ്റ്റേണിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടിലേതെങ്കിലും ഇട്ടാലും മതി. ഞാൻ പിന്നെ ഇത്തിരി ടേസ്റ്റിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അളവുകളിലും അങ്ങനെ മാറ്റം വരുത്താം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്കും ഇളയ 2 മക്കൾക്കും എരിവ് കുറച്ച് മതി. അപ്പം ഞാനൊരു മീഡിയം എരിവാണ് എപ്പോഴും ഇടാറ്. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടയുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം. തക്കാളി ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് ചേർക്കേണ്ടത്. നമുക്കെല്ലാം മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം. എന്നാലേ മുട്ടയും ആ അരപ്പും എല്ലാം കൂടെ പൊറോട്ടയിൽ നന്നായി പിടിക്കുകയുള്ളൂ.
ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കവും മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ക്യാപ്സിക്കത്തിന് വലിയ വേവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവസാനം ഇടുന്നത്. ഇങ്ങനെ കൊത്തി കൊത്തിയാണ് ഇത് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൊത്തു പൊറോട്ട എന്ന് വിളിക്കുന്നത്. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് ബീഫിൻ്റെ ഗ്രേവി ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊത്തു പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ബീഫ് റോസ്റ്റ് അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? അങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.